ഈ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് പ്രതിപക്ഷ നിരയിൽ നിന്ന് പോയിരിക്കുന്ന കത്ത് കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള ആരോപണങ്ങളാണ്. അതുപോലെ പല കാര്യങ്ങളിലും കോടതി നിശബ്ദത പുലർത്തുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അത്തരത്തിലൊരു കത്ത് പോയിരിക്കുന്നത്. അത്ര ഗൗരവത്തിൽ എടുക്കേണ്ട ഒന്നാണോ അത്? ഇന്ത്യൻ ഭരണഘടനയും ഭരണഘടനാ വ്യവസ്ഥയെയും അപമാനിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷത്തിൻ്റെ പേരിൽ ഒരു കത്ത് ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന് അയക്കുന്നത്. അതിൽ ഒപ്പിട്ടിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ്, ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും രാജ്യസഭയിലെ കോൺഗ്രസിൻ്റെ നേതാവ് മല്ലികാർജുന ഖാർഗെയുമാണ് അതിൽ ഒപ്പിട്ടിരിക്കുന്നത്. വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ആ കത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മുടെ ഭരണഘടനാ വ്യവസ്ഥ പൂർണ്ണമായും തകർന്നു എന്നും, അപ്പം അതിൻ്റെ ഒരു സാരാംശം എന്ന് പറയുന്നത് ഭരണഘടനാ വ്യവസ്ഥ പൂർണ്ണമായും തകർന്നു എന്നും കോടതി വെറും കാഴ്ചക്കാരനായി നോക്കി നിൽക്കുന്നു എന്നുള്ള തരത്തിലാണ് കോടതിയെ കൂടെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് അതിനകത്ത് എഴുതുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു ഭരണ സംവിധാനത്തിൽ നീതിന്യായ വ്യവസ്ഥയും അതായത് നിയമനിർമ്മാണ സഭയും ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും മൂന്ന് ഘടകങ്ങളാണ്. 3 പേർക്കും ഒരുപോലെ റോളുള്ളതാണ്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു ഭാഗം കൂടുതൽ ശക്തി അല്ലെങ്കിൽ അവർ ഭരണഘടനയ്ക്ക് ഇല്ലാത്ത അധികാരം ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പം കാരണം നമ്മുടെ ഒരു വ്യവസ്ഥ, നമ്മുടെ ഭരണഘടനാ സംവിധാനം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ സൂപ്രീമസി അംഗീകരിച്ചിട്ടുള്ള ഒരു രാജ്യമായതുകൊണ്ട് ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും ഏതൊക്കെ തലത്തിലാണ് വർക്ക് ചെയ്യേണ്ടതെന്ന് കൃത്യമായി ഭരണഘടന പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജുഡീഷ്യറിക്ക് അനാവശ്യമായി എക്സിക്യൂട്ടീവിലോ ലെജിസ്ലേച്ചറിലോ ഇടപെടാൻ കഴിയില്ല. ലെജിസ്ലേച്ചറിന് അനാവശ്യമായിട്ട് ജുഡീഷ്യറിൽ ഇടപെടാൻ കഴിയില്ല, എക്സിക്യൂട്ടീവിനും ഇടപെടാൻ കഴിയില്ല. അപ്പോൾ ഈ 3 തലവും നമ്മുടെ ഗവൺമെൻറ് എന്ന് പറയുന്ന നമ്മുടെ ഭരണഘടനാ വ്യവസ്ഥയിൽ പരസ്പരം മാനിച്ചുകൊണ്ട് പോകേണ്ടതാണ്. അപ്പോൾ അതിൽ എക്സിക്യൂട്ടീവ് അമിതാധികാരം ഉപയോഗിക്കുന്നു, ഭരണഘടനയ്ക്കെതിരായി പ്രവർത്തിക്കുന്നു എന്ന് കോടതിക്ക് കത്തെഴുതുകയല്ല ചെയ്യേണ്ടത്. നിങ്ങൾക്ക് കോടതിയിൽ വ്യവഹാരം തുടങ്ങാം, അതായത് ഒരു കേസ് ആയിട്ട് ഫയൽ ചെയ്യാം. അപ്പം ഏതെങ്കിലും ഒരു മേഖലയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അനീതി കണ്ടു എങ്കിൽ നമ്മുടെ നീതിന്യായ വ്യവസ്ഥ അനുവദിക്കുന്ന തരത്തിലേക്ക് കോടതി ഇടപെടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കോടതിയുടെ ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു കേസുമായിട്ടാണ് പോകേണ്ടത്. കത്ത് എഴുതുകയല്ല. നമ്മുടെ ലവ് ലെറ്റർ എഴുതുന്നത് പോലെ കത്ത് എഴുതാൻ കഴിയില്ല. അപ്പോൾ ഇത് ശരിക്കും നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയെ അവഹേളിക്കുന്ന തരത്തിൽ അന്തർദേശീയ തലത്തിൽ ഇതിന് വളരെ പ്രാധാന്യം കിട്ടും. അപ്പോൾ ഇന്ത്യയിലെ ജനാധിപത്യം തകർന്നു എന്നുള്ള തരത്തിലേക്ക് അമേരിക്കൻ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അതുപോലെ വീഡം ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെയുള്ളവരൊക്കെ ഇന്ത്യയിലെ ജനാധിപത്യ വ്യവസ്ഥ വളരെ ലോ ലെവലിലാണെന്നുള്ളതും ഇവിടെ സ്വാതന്ത്ര്യം അട്ടിമറിക്കപ്പെട്ടു എന്നുള്ളതും ഒക്കെ ആ തരത്തിലുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. ഇപ്പം ജോർജ് സോറോസിൻ്റെ പ്രോജക്റ്റ് ഉണ്ട് ഇന്ത്യയെ ഡീഗ്രേഡ് ചെയ്യുന്ന തരത്തിൽ, അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ സിസ്റ്റത്തെ ഡീഗ്രേഡ് ചെയ്യുന്ന തരത്തിലേക്കുള്ള ഒരു ജനകീയ മുന്നേറ്റം. അങ്ങനെയാണ് അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ബംഗ്ലാദേശിലും നേപ്പാളിലും ഒക്കെ ജനകീയമായ ഇടപെടലുകൾ ഉണ്ടായത്, അല്ലെങ്കിൽ ആ തരത്തിലൊരു മുന്നേറ്റം ഉണ്ടാക്കിയത് അമേരിക്കൻ സ്പോൺസേഡ് ആയിരുന്നു അത്തരം കാര്യങ്ങൾ. അപ്പോൾ ഇന്ത്യ ഒരു വലിയ രാജ്യമായതുകൊണ്ട് അത്ര എളുപ്പത്തിന് കഴിയില്ല. എന്നാൽ പോലും അതിനുള്ള ശ്രമങ്ങൾക്ക് ആക്കം കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രചാരവേലയാണ്. അപ്പോൾ ഇതിൽ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്, ഒന്ന്, ഇത്രയും അനീതി നടന്നിട്ട് നമ്മുടെ കോടതി നിശബ്ദത പാലിക്കുന്നു എന്നുള്ളതാണ്. അപ്പം കോടതിക്ക് അങ്ങനെ എല്ലാ വിഷയത്തിലും സൂമോട്ടോ ആയിട്ട് ഇടപെടാൻ കഴിയില്ല. ഒരു അനീതി ഉണ്ടെങ്കിൽ അത് 2 തരത്തിൽ നമുക്ക് അനീതിക്കെതിരെ കോടതി സമീപിക്കാം. ഒന്ന്, പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്നുള്ള തലത്തിൽ പൊതു താല്പര്യ ഹർജി കൊടുക്കാം. മറ്റൊന്ന്, അഫക്റ്റഡ് പേഴ്സണ് നേരിട്ട് സുപ്രീം കോടതിയെ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള അവകാശമുണ്ട്. അത് കോൺഗ്രസും പ്രതിപക്ഷവും ഉപയോഗിക്കുന്നില്ല. അപ്പം ഇതിൽ ഉന്നയിച്ചിരിക്കുന്ന പ്രധാന കാര്യങ്ങൾ SIR. അപ്പം വരുന്ന 7 സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് വരുന്നു. ആ പശ്ചാത്തലത്തിൽ SIR നിർത്തിവെക്കണം. അപ്പം ഈ SIR എന്ന് പറയുന്നത്, ഈ സ്പെഷ്യൽ ഡ്രൈവ് എന്ന് പറയുന്നത് ഭരണഘടനാപരമായി ഇലക്ഷൻ കമ്മീഷന് കൊടുത്തിരിക്കുന്ന അവകാശമാണ്. നമ്മുടെ ഇലക്ടറൽ റോളിൽ കാലാകാലങ്ങളിൽ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് ശുദ്ധീകരിക്കുന്ന പ്രക്രിയയിൽ ഒരുപക്ഷെ ചിലരുടെ വോട്ടില്ലാതെ പോകും, പക്ഷേ ആ പൗരന് വോട്ട് ചേർക്കാൻ കഴിയും. വ്യക്തിപരമായിട്ട് എന്നെ സംബന്ധിച്ചുള്ള ഈ തിരഞ്ഞെടുപ്പിൽ വരുന്നതിന് മുമ്പ്, കാരണം ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് മാറി താമസിച്ചവരാണ്, പിന്നീട് തിരുവനന്തപുരത്ത് വന്ന് വോട്ടറായതാണ് 2019. അപ്പോൾ അതുകൊണ്ട് SIR പ്രകാരം വന്ന ആദ്യ ലിസ്റ്റിൽ എൻ്റെ പേരുണ്ടായിരുന്നില്ല. അപ്പം നമുക്കതിനുള്ള വ്യവസ്ഥയുണ്ട്. നമുക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മുടെ ക്രെഡൻഷ്യൽസ് കാണിച്ചുകൊണ്ട് നമുക്ക് പുനഃസ്ഥാപിക്കാം. അല്ലാതെ SIR ആരുടെയും പൗരത്വമോ ആരുടെയും വോട്ടോ എടുത്ത് കളയുന്നില്ല. പക്ഷെ ചില സംസ്ഥാനങ്ങളിലൊക്കെ ഭംഗിയായിട്ട് കാര്യങ്ങൾ നടന്നില്ല. എല്ലാ സംസ്ഥാനങ്ങളും കിടന്നു. കേരളം, അതെ, എല്ലാ സംസ്ഥാനങ്ങളും. ഇവർ പറഞ്ഞു, ഉദാഹരണത്തിന്
കേരളത്തിനെതിരെ നമ്മുടെ നിയമസഭ ഉൾപ്പെടെയുള്ള ഒരു പ്രമേയം പാസാക്കിയ സംസ്ഥാനം കൂടിയാണ്. അപ്പോൾ കേരളത്തിൽ വോട്ട് നിഷേധിക്കപ്പെട്ട ഒരു 10 പേരെ അണിനിരത്താൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല. ബീഹാറിൽ 67 ലക്ഷം പേരെ വെട്ടിനിരത്തിയെന്ന് പറഞ്ഞു. പക്ഷേ ഒരു പൊതുമണ്ഡലത്തിൽ 10 പേര് വോട്ട് നിഷേധിക്കപ്പെട്ടവരെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. കാരണം മരിച്ചുപോയവർ, സ്ഥിരമായി മാറി താമസിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും. പശ്ചിമ ബംഗാളിൽ സംബന്ധിച്ചിട്ട് ബംഗ്ലാദേശി കുടിയേറ്റം വ്യാപകമായി നടന്നതുകൊണ്ടാണ് പശ്ചിമ ബംഗാളിൽ കുറച്ച് പേര് ഇപ്പോഴും ആ പ്രശ്നം നിലനിൽക്കുന്നത്. അതിൽ സുപ്രീം കോടതി നേരിട്ടാണ് പശ്ചിമ ബംഗാളിൽ മോണിറ്റർ ചെയ്താണ് SIR നടക്കുന്നത്. അപ്പോൾ ഒന്ന് SIRനെതിരായ ആരോപണം, രണ്ടാമത് ഇലക്ട്രോണിക്സ് വോട്ടിംഗ് മെഷീനെതിരായിട്ടുള്ള ആരോപണമാണ്. അപ്പോൾ ബാലറ്റിലേക്ക് തിരിച്ചു പോകണമെന്നുള്ളതാണ്. അപ്പോൾ ഈ ഇലക്ട്രോണിക്സ് വോട്ടിംഗ് മെഷീനിലൂടെയാണ് തമിഴ്നാട്ടിൽ TV കേന്ദ്ര വിജയുടെ പാർട്ടിയും കേരളത്തിൽ രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് 102 സീറ്റ് വാങ്ങി VD സതീശൻ മുഖ്യമന്ത്രിയായത്. അപ്പം കോൺഗ്രസിന് അനുകൂലമാകുമ്പോഴെല്ലാം EVMന് കുഴപ്പമില്ലാതെയാവും. അപ്പോൾ അതിലവർ വേറൊന്ന് ഉന്നയിച്ചിരിക്കുന്നത് ഈ റിസൾട്ടുകളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതെന്നാണ്. അതായത് ഫാബ്രിക്കേറ്റഡ് റിസൾട്ടാണ്. അതിന് ഈ കത്തിൽ പറയുന്ന 3 സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പുകളാണ് പറയുന്നത്. ഒന്ന് ഡൽഹിയിലും ഹരിയാനയും അതുപോലെ മഹാരാഷ്ട്രയിലും. അത് തിരഞ്ഞെടുപ്പുകൾ സൃഷ്ടിച്ച തിരഞ്ഞെടുപ്പുകളെന്നാണ് അതിൻ്റെ ജനവിധി. അപ്പോൾ എന്താ കേരളത്തിൽ സൃഷ്ടിച്ചതായിക്കൂടെ അങ്ങനെയാണെങ്കിൽ? തമിഴ്നാട്ടിൽ ഇപ്പം BJP കൂടെയുള്ള ADMK പ്രധാന പ്രതിപക്ഷമായിരുന്നു. അങ്ങനെയാണെങ്കിൽ തമിഴ്നാട്ടിൽ ഏറ്റവും അനുകൂല സാഹചര്യമായിരുന്നു. പ്രധാന മുഖ്യ പ്രതിപക്ഷത്തെ അവിടെ പുനഃസ്ഥാപിക്കാമായിരുന്നല്ലോ. അത് ചെയ്യാതെ തേർഡ് പാർട്ടിയാണ് അവിടെ മുന്നിലേക്ക് വന്നത്. അതുപോലെ ഇലക്ഷൻ കമ്മീഷനെതിരെ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് വീണ്ടും ഉന്നയിക്കുന്നത്. ഇത് അന്തർദേശീയ തലത്തിൽ നമ്മുടെ രാജ്യത്തെ താറടിച്ച് കാണിച്ചതിന് വേണ്ടി മാത്രമേ ഇത് ഉപകരിക്കുള്ളൂ. അതായത് ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയും ഇന്ത്യൻ ഭരണഘടനാ സംവിധാനങ്ങളും അതുപോലെ നമ്മുടെ അന്വേഷണ ഏജൻസികളും, ഉദാഹരണത്തിന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ CBI ആണെങ്കിലും ഒക്കെ. ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കഴിഞ്ഞ 12 വർഷമായിട്ട് അവർ കണ്ടുകെട്ടിയ കള്ളപ്പണത്തിൻ്റെ തോത് നമ്മൾ നോക്കുമ്പോൾ എന്നിട്ട് 1 ലക്ഷത്തിന് മുകളിലാണ് കോടി രൂപയാണ് അവർ രാജ്യത്തിലേക്ക് കണ്ടുകെട്ടിയത്. അതിനുമുമ്പ് UPA കാലഘട്ടത്തിൽ ഏതാണ്ട് 5000-6000 കോടി രൂപ മാത്രമാണ് ED കണ്ടുകെട്ടിയിട്ടുള്ളൂ. അപ്പോൾ അതായത് രാഷ്ട്രീയമായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നുള്ളൊരു വ്യാജ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ശ്രമങ്ങളെ തടയുക എന്നുള്ളതാണ്. അപ്പോൾ ആ തരത്തിൽ നമ്മുടെ അന്വേഷണ ഏജൻസികൾ CBI അതുപോലെ ED ഉൾപ്പെടെയുള്ള എല്ലാ അന്വേഷണ ഏജൻസികളെയും തള്ളിപ്പറഞ്ഞുകൊണ്ടും ഈ കത്തിൽ പറയുന്നുണ്ട്. അതുപോലെ കോടതിയെ പ്രതിസ്ഥാനത്ത് നിർത്തുകയാണ്. അപ്പം ഇപ്പോൾ നമ്മൾ ഇന്ത്യയുടെ ജുഡീഷ്യറിയുടെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഭരണകാലഘട്ടത്തിൽ, വിശേഷിച്ച് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസിനെ സീനിയോറിറ്റി ലംഘിച്ചുകൊണ്ട് 1973 അതുപോലെ 1972 തവണ ഇന്ത്യൻ ചീഫ് ജസ്റ്റിസുമാരെ നിയമിച്ചത് പ്രധാനമന്ത്രിയുടെ താല്പര്യപ്രകാരമായിരുന്നു, സീനിയോറിറ്റി ലംഘിച്ചുകൊണ്ട്. മാത്രമല്ല 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ജുഡീഷ്യൽ റിവ്യൂ അധികാരം ഉൾപ്പെടെ എല്ലാം എടുത്തു കളഞ്ഞ് വെറും കോടതിയെ നോക്കുകുത്തിയാക്കി നിലനിർത്തി. അടിയന്തരാവസ്ഥ ഉൾപ്പെടെയുള്ള സമയത്ത് സുപ്രീം കോടതിക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത തരത്തിലേക്ക് അതിനെ ബ്ലോക്ക് ചെയ്യുന്ന നിയമനിർമ്മാണം കൂടെ നടത്തി. ഭരണഘടനാ ഭേദഗതി ചെയ്താണ് ആ തരത്തിൽ കൊണ്ടുവന്നത്. അങ്ങനെ ജുഡീഷ്യറിയെ ചങ്ങലക്കിട്ട കോൺഗ്രസ്സാണ് ഇന്ന് ജുഡീഷ്യറി കൈയും കെട്ടിയിരിക്കുകയാണെന്ന് പറയുന്നത്. അങ്ങനെ ജുഡീഷ്യറിക്ക് ആക്ട് ചെയ്യാൻ കഴിയില്ല. നമ്മുടെ നീതിന്യായ വ്യവസ്ഥ അനുസരിച്ചിട്ട് ഇതിൽ ബന്ധപ്പെട്ട അതിൽ ഇരയാകുന്ന ആളുകൾ ആരാണോ ഇരയാകുന്ന ആളുകളാണ് കോടതിയെ സമീപിക്കാൻ ആദ്യം അവകാശം ഉണ്ടായിരുന്നത്. പിന്നീടാണ് അത് നമ്മൾ 1994 ശേഷമാണ് ഈ പൊതു താല്പര്യ ഹർജി എന്നുള്ളൊരു കോൺസെപ്റ്റ് വരുന്നത്. പിന്നീട് ജുഡീഷ്യൽ ആക്ടിവിസം എന്നുള്ള തരത്തിൽ കോടതി തന്നെ സൂമോട്ടോ ആയിട്ട് കേസെടുക്കുന്നതൊക്കെ വന്നു. അപ്പോൾ ഈ പ്രതിപക്ഷ പാർട്ടികൾക്ക് അവരെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ എന്തുകൊണ്ട് കോടതിയെ സമീപിച്ചിടാം? ഈ വിഷയങ്ങളിലൊക്കെ കോൺഗ്രസ് ഒരു കാലഘട്ടത്തിൽ കോടതിയിൽ പോയിരുന്നു. EVMനെതിരായിട്ട് നിരന്തരം പ്രചരണം നടത്തുകയും കോടതിയിൽ പോയി എല്ലാ സ്ഥലത്തിലും പരാജയപ്പെട്ടതിന് ശേഷം വീണ്ടും EVMനെതിരായി ആരോപണം ഉന്നയിക്കുകയാണ്. കാരണം അതൊരു EVM എന്നുള്ള മെഷീനിൽ നമ്മൾ നെറ്റുമായിട്ടോ മറ്റൊരു വയറുമായിട്ട് ലിങ്ക്ഡ് അല്ല. ഒരു സ്റ്റാൻഡ് അലോൺ ആയിട്ടുള്ള സിംഗിൾ മെഷീനാണ്. അപ്പോൾ അതിന് ഒരു തരത്തിലും ബാഹ്യമായ ഇടപെടലിന് അതിനകത്ത് കഴിയില്ല. അപ്പോൾ ഇതെല്ലാം തന്നെ പ്രൂവ്ഡാണ്. എന്നിട്ട് പോലും വീണ്ടും EVM വിഷയം ഇവിടെ ഉന്നയിച്ചിരിക്കുകയാണ്. അപ്പോൾ SIRൻ്റെ ബെനിഫിഷ്യറിയാണ് കേരളത്തിൽ CPM ചേർത്തിരുന്ന കള്ളവോട്ടൊക്കെ മാറ്റിയിട്ട് നല്ല നമ്മുടെ തിരഞ്ഞെടുപ്പ് ഇലക്ട്രൽ റോൾ ശുദ്ധീകരിച്ചുള്ള ഇലക്ഷനിലാണ് ഇപ്പോൾ VD സതീശൻ്റെ ഗവൺമെൻറ് 102 സീറ്റുമായിട്ട് അധികാരത്തിൽ വന്നത്. ഒരർത്ഥത്തിൽ SIRൻ്റെ ബെനിഫിഷ്യറിയാണ്. കള്ളവോട്ടുകൾ ഒരുപാട് ഉന്മൂലനം ചെയ്തപ്പോൾ അതിൻ്റെ ബെനിഫിഷ്യറി കോൺഗ്രസ് മാറുകയാണ് ചെയ്തത്. അപ്പോൾ ആ തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ഉള്ള സമയത്താണ് കോൺഗ്രസ് ഭരണഘടനയെ അധിക്ഷേപിച്ചുകൊണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങളെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള ഈ ഒരു നീക്കം നടത്തിയിരിക്കുന്നത്. ശരിക്കും നമ്മൾ
അപലപിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയാണ് നമ്മുടെ ഭരണ സംവിധാനം, ജനാധിപത്യത്തിൻ്റെ നെടുന്തൂണായിട്ട് കാവൽക്കാരനായി നിൽക്കുന്നത് നീതിന്യായ വ്യവസ്ഥയാണ്. കാരണം ജുഡീഷ്യറി അല്ലെങ്കിൽ സുപ്രീം കോടതിയാണ് നമ്മുടെ ഭരണഘടനയുടെ കാവൽക്കാരൻ. അപ്പോൾ അതിനെ ദുർബലമാക്കുന്നത് നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് ഗുണം ചെയ്യില്ല എന്നുള്ളതാണ്. മാത്രമല്ല, നമുക്ക് മാധ്യമങ്ങളുണ്ടല്ലോ, അപ്പോൾ അതിലൂടെ ഇത്തരം വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയും, അതിലൂടെ കോടതിയെ സമീപിക്കാൻ കഴിയും. അപ്പോൾ ഈ ഒരു ആരോപണത്തിനെതിരെയും കോടതിയിൽ പോകാൻ തയ്യാറാകാതെ കത്തെഴുതുന്ന തരത്തിലേക്ക് ഇന്ത്യൻ പ്രതിപക്ഷവും രാഹുൽ ഗാന്ധിയും അധപ്പതിച്ചു എന്നുള്ളതാണ്. അത് ശരിക്കും നമ്മുടെ ഒരു ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് കളങ്കമേർപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഒരു പ്രതിപക്ഷമായി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം മാറുന്നു എന്നുള്ള ദുഃഖകരമായ സത്യം ആണ് നമ്മൾ കാണുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.